ഹരേ കൃഷ്ണ. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിക്കാല് കാണാൻ ഭാഗ്യമില്ലാതെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും കുറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും കേട്ട് ഉള്ളുരുക്കി കരഞ്ഞ ഒരു ദമ്പതികളുടെ ജീവിതത്തിൽ സാക്ഷാൽ ഗുരുവായൂരപ്പൻ കാണിച്ച അതീവ പവിത്രമായ അത്ഭുതം പറയട്ടെ. വലിയ വലിയ ഡോക്ടറെ കാണിച്ചിട്ടും ഫലമില്ലാതെയായി. വിശേഷമൊന്നും ആയില്ലേ എന്നുള്ള മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ എന്തു പറയണമെന്നറിയാതെ ആ ഭാര്യയും ഭർത്താവും തങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി കണ്ണീരോടെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി പ്രാർത്ഥിച്ചു ഒരു കുഞ്ഞിനു വേണ്ടി. സങ്കടം താങ്ങാനാവാതെ ആ ഭാര്യ ക്ഷേത്രമുറ്റത്തിരുന്നു കരഞ്ഞു. അപ്പോഴാണ് തികച്ചും ഒരു അപരിചിതനായ ഒരു യുവാവ് അവരുടെ മുന്നിലേക്ക് വന്നത്. ആ യുവാവ് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിക്കേണ്ട അമ്മേ, ഭഗവാന്റെ തിരുനടയിൽ വെച്ച് കൃഷ്ണനാട്ടം അവതാരം കഥ വഴിപാടായി കഴിക്കൂ, വഴി തെളിയുമെന്ന്. തങ്ങളുടെ ഉള്ളിലെ വലിയ വിഷമം ഒരക്ഷരം പോലും പറയാതെ ഈ യുവാവിന് എങ്ങനെ മനസ്സിലായി എന്ന് ആ ഭാര്യയും ഭർത്താവും അത്ഭുതത്തോടെ നോക്കിയ ആ നിമിഷം അവിടെ ആ യുവാവിനെ കണ്ടില്ല. അവിടെ നിന്ന് കൃഷ്ണനാട്ടം അവതാരം കളിപ്പിക്കാമെന്നും കുഞ്ഞിൻ്റെ ആദ്യത്തെ ചോറൂണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്താമെന്നും ആ ദമ്പതികൾ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ആ അമ്മ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടു. സാക്ഷാൽ ഉണ്ണിക്കണ്ണൻ അതീവ തേജസ്സോടെ സ്വപ്നത്തിൽ വന്ന് ഒരു കുന്നിക്കുരു ആ അമ്മയുടെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് മനോഹരമായി പുഞ്ചിരിച്ചു. വലിയ ദൈവിക അടയാളങ്ങൾക്ക് ശേഷം ഏതാനും മാസങ്ങൾക്കുള്ളിൽ നാട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകൾക്കെല്ലാം മറുപടിയായി ആ അമ്മയുടെ ഉള്ളിൽ ഒരു പുതിയ ജീവൻ തുടിച്ചു തുടങ്ങുകയും ഭഗവാന്റെ കൃപയാൽ നല്ല സുന്ദരിയായ പെൺകുഞ്ഞ് ജനിക്കുകയും ചെയ്തു. പ്രസവമെല്ലാം ഭംഗിയായി കഴിഞ്ഞ് അവർ കുഞ്ഞുമായി വീണ്ടും ഗുരുവായൂരിലെത്തി. കൃഷ്ണനാട്ടവും കുഞ്ഞിൻ്റെ ആദ്യത്തെ ചോറൂണും ഗുരുവായൂരിൽ നടത്തി ആ കണ്ണന് നന്ദി പറഞ്ഞു. കുട്ടികളില്ലാതെ വിഷമിക്കുന്ന കുറേ ദമ്പതികൾക്ക് കൃഷ്ണനാട്ടം വഴിപാടിലൂടെ ഇന്നും ഒരുപാട് അത്ഭുത അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ ഭക്തർ അതീവ ഭക്തിയോടെ നേരിടുന്ന കൃഷ്ണനാട്ടം അവതാരം വഴിപാട് ഒട്ടനവധി അമ്മമാരുടെ കണ്ണീര് മാറ്റി അവർക്ക് സന്താന സൗഭാഗ്യം നൽകിയിട്ടുള്ള വലിയൊരു സത്യമാണ്. കൃഷ്ണനാട്ടത്തിലെ അവതാരം കഥ എന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭൂമിയിലേക്കുള്ള ദിവ്യമായ ജനനത്തിൻ്റെ കഥയാണ്. ജഗദ്ഗുരുവായ ഉണ്ണിക്കണ്ണൻ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ആ പുണ്യ നിമിഷം ദൃശ്യാവിഷ്കരിക്കുന്നത് കൊണ്ടാണ് ഈ കഥ വഴിപാടായി കഴിക്കുമ്പോൾ കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം ലഭിക്കുന്നത്. ആ കാരുണ്യമൂർത്തിയുടെ തിരുനടയിൽ വന്ന് ഉള്ളുരുക്കി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആരെയും കൈവിടില്ല. കണ്ണൻ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ താഴെ കമൻറ്റിൽ ഒരു ഹരേ കൃഷ്ണ എഴുതുക. വിശ്വസിച്ചോളൂ, കണ്ണനെ മുറുകെ പിടിച്ചോളൂ, കണ്ണൻ കൈവിടില്ല. ഹരേ കൃഷ്ണ.